മടുത്തടോ. എന്നും എപ്പോഴും ഈ യന്ത്രം കണക്കുള്ളൊരു ജീവിതം. ചെക്ക് ഒപ്പിടാനും കണക്ക് നോക്കാനും വേണ്ടി മാത്രമായിട്ട് ജീവിതം മാറി എന്നൊരു തോന്നല്. എന്താണ് സ്വാമിയുടെ അഭിപ്രായം? അതെ, എല്ലാം കെട്ടിപ്പൂട്ടി കൈമാറുന്നതിന് മുമ്പും ബിസിനസ് പുതിയ തലമുറയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാറിന്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ദിവ്യ ഔഷധമുണ്ട്. അതാണ് ഈ ബിസിനസ്. നമ്മുടെ കമ്പനിയിലെ തൊഴിലാളികളുടെ പ്രാർത്ഥനയും ആത്മാർത്ഥതയും സാറിന്റെ ഒപ്പം ഉള്ളപ്പോ ഇതിന്റെ അമരത്ത് നിന്ന് എങ്ങനെയാണ് സാർ ഇറങ്ങിക്കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ ശിവൻകുഞ്ഞിന്റെ കാര്യം, ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന്റെ യുവരാജാവായിട്ട് ശിവൻകുഞ്ഞിന് ഇരിക്കാൻ പറ്റൂ? രാജാവിന്റെ സ്ഥാനം അതലങ്കരിക്കാൻ ഇനിയും കടമ്പകൾ കടക്കണം. അവന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ ഭയമില്ലാതില്ല. ശിവന്റെ സ്വഭാവം അറിയാലോ. ആ യോഹന്നാന്റെ മുന്നിൽ ചെന്ന് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാ എന്റെ പേടി. താൻ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം യോഹന്നാനല്ല, ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവാണ്. അതാണിപ്പോ നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്ന മുള്ള്. സ്വാമി, കാട്ടാനയെ തുരത്താൻ കാടടച്ച് വെടിവെക്കണമെന്നുണ്ടോ? ഒരു പാട്ട കൊട്ടിയാലും പോരെ. അങ്ങനെയൊന്ന് കൊട്ടി നോക്ക്. അതിൽ ഒതുങ്ങിയില്ലെങ്കിൽ അടുത്ത മാർഗം നോക്കാം. കേട്ടിടത്തോളം കുഴപ്പമാണെന്ന് അറിഞ്ഞത്. സ്വാമി കേട്ടിട്ടില്ലേ, അധികം തിളച്ച കലത്തിന് പുറത്തുനിന്ന്. വരട്ടെ, കൂകിക്കൊണ്ട് കോഴി വരട്ടെ. വന്നിട്ട് തീരുമാനിക്കാം അവൾക്കെതിരെ ഏത് വജ്രായുധം ഉപയോഗിക്കണം. ആദ്യം മാന്യമായ പറച്ചിൽ. അവിടുന്ന് തന്നെ വേണോ? എന്തേലാവട്ടെ, നമുക്കേ ആദ്യം വേണ്ട എന്താന്ന് വെച്ചാ അവിടുന്ന് തുടങ്ങാം. അതുപോലെ നവാ ചെരുപ്പെടുക്ക്. അപ്പൊ ആദ്യം ഐസ്ക്രീം അല്ലേ? ആദ്യം ഐസ്ക്രീം കഴിച്ച്, പിന്നെ മന്തി കഴിച്ച്, പിന്നെ അത് ഇത്, പിന്നെ അച്ഛന്റെ കയ്യിലെ കാശൊക്കെ കളയണം കേട്ടാ. നീ ഇപ്പോഴും ഉപ്പുകാറ്റ് കൊണ്ട് നിൽക്കുവാണോ? ഏയ്, ഞാൻ ചുമ്മാ അങ്ങനെ നിന്നേ ഉള്ളൂ. ഇവിടുന്ന് മധുരയ്ക്ക് ബസ് കിട്ടും, അതിന്റെ സമയമായി വരുന്നേ ഉള്ളൂ. അവിടെ പോയി വല്ല തമിഴത്തി ഡോക്ടർമാരുമായി ചങ്ങാത്തം കൂടിയെന്നെങ്ങാനും ഞാൻ അറിയാലോ. എന്നെ സർജിക്കൽ ബ്ലേഡ് എന്റെയിലും ഉണ്ട്. ഓ പിന്നെ, നീ MBBS പഠിക്കുന്നത് ആളെ ചികിത്സിക്കാനാണോ അതോ മറ്റുള്ളവരുടെ പണിക്കുറ്റം തീർക്കാനായിട്ടാണോ? പഠിച്ചിറങ്ങിയ എന്താവൂന്നൊന്നും എനിക്കറിയില്ല. പഠിക്കാൻ ബുക്ക് തുറന്നാ നിന്റെ തിരുമോന്തയല്ലേ കാണുന്നേ. എന്റെ കാര്യം പോക്ക. നീയെങ്കിലും ചൊവ്വായ പട്ടിണി കൂടാതെ നമുക്ക് ജീവിക്കാം. മെഡിക്കൽ കോൺഫറൻസ് എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം. അതെ, ഫോൺ ഞാൻ വെക്കുവാണേ. എന്താടാ, ബസ് വന്നോ? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇദ്ദേഹത്തിന്റെ പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പാടില്ലേ? ഇദ്ദേഹം എന്ത് ചെയ്തിട്ടാ? പറഞ്ഞു തീർക്കാൻ പാടില്ലേ? എന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നേ? ഇയാളെ സ്കെച്ചിട്ട് വന്നതാ ഞങ്ങള്. നീ ഇടപെട്ട ഇയാൾക്കൊപ്പം നീയും അടി വാങ്ങിക്കും. എന്നാന്ന് കാണണമല്ലോ. അയാളൊന്നും ചെയ്യുന്നു വിടാനാ. ഡോബിളേ, എന്താണ്? അതോരോ റീൽസാ സാറേ. ഈ കുഞ്ഞു പിള്ളേരല്ലേ, ചിലതൊന്നും മനസ്സിലാവില്ല.
രണ്ടെണ്ണം ഭയങ്കര പഠിപ്പിലാണല്ലോ. എടാ ആ ലോറൻസിന് പൈസ കിട്ടിയായിരുന്നോടാ? ആ അതല്ലേ ഇന്നലെ കൊണ്ടുവന്നേ. അപ്പോ ലോറൻസ് ഓക്കെ. ഇനിയുള്ളത് ആ വഹാബ് തന്നിട്ടില്ല. ആ, എന്നാ പിന്നെ അവന്റെ തുണിക്കട വരെ നീ ഒന്ന് പോണം. വാങ്ങിച്ചോണ്ട് പോകാൻ നേരം കാണിച്ച ഉത്സാഹം പണം തിരികെ തരുന്ന കാര്യത്തിൽ കാണിക്കുന്നില്ല. പണം ആവശ്യപ്പെട്ട് വിളിക്കും, എത്ര തവണ വേണമെങ്കിലും. കിട്ടിക്കഴിഞ്ഞ് വിളിക്കുമ്പോ ഫോണും എടുക്കത്തില്ല. എടുത്താ തന്നെ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയേയില്ല. എടാ നീ അവിടം വരെ ഒന്ന് പോയി എന്താ അവന്റെ പ്രശ്നം എന്നൊന്ന് അറിയണം. എന്റെ അമ്മ തുണിക്കടയിലൊന്നും ഇപ്പൊ കച്ചവടം ഇല്ല. എല്ലാരും ഇപ്പൊ ഈ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ അല്ലേ. പിന്നെ കടയിൽ കച്ചവടം ഉണ്ടാവോ? എടാ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. കച്ചവടം ഉണ്ടാക്കേണ്ടതും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കേണ്ടതും എല്ലാം അവരുടെ കാര്യങ്ങളാ. നമുക്ക് നമ്മളോട് വാങ്ങിച്ച പണത്തിന്റെ പലിശ വേണം, അത്രേ ഉള്ളൂ. എന്റെ അമ്മ കച്ചവടം ഉണ്ടെങ്കിലല്ലേ ഈ പറഞ്ഞൊക്കെ നടക്കൂ. ആ ഞാൻ എന്തായാലും ചെന്നിട്ട് സംസാരിച്ചു നോക്കാം. കിട്ടുകയും മേടിച്ചോണ്ടിരാ. അതെ, നീ എന്നാ അച്ഛൻ പട്ടത്തിന് ചേർന്നത്? ഇതുവരെ നീ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. എടാ നമ്മുടെ പണിക്ക് പണം തന്നെ വരണം, എന്നാലേ പണം ഉണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ ഒരാളുടെ സങ്കടവും ദുഃഖമൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എടാ വിഷ്ണു, ഇന്ന് വൈകിട്ട് നീ വരുമ്പോ നിന്റെ കയ്യിൽ വഹാബിന്റെ പലിശക്കാശ് ഉണ്ടായിരിക്കണം. മറ്റൊരു കഥ എനിക്ക് കേൾക്കണ്ട.